ഇത് ഒന്നല്ല, പല കമൻറ്റുകൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെയാണെങ്കിൽ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം ഒതുങ്ങിക്കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അത് വേറെ കുറച്ച് കമൻ്റ് ഉണ്ട്. എല്ലാ കമൻറ്റും ഇപ്പം വായിക്കാൻ പറ്റില്ലല്ലോ. കുറേ കമൻ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് കിട്ടുന്ന സഹായം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും പഠിക്കണം. മറ്റുള്ളവരെ സഹായിച്ചാലേ നിങ്ങൾക്കും ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം കിട്ടത്തുള്ളൂ. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓരോ ഓർഫനേജിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഇപ്പോഴേ ഉള്ളൂ ഞാൻ പോകാത്തത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഈ ബോധമില്ലാതെ ഇത് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന കുറേ അമ്മമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നടക്കാനൊന്നും തീരെ നിവർത്തിയില്ലാത്ത ഒരുപാട് പ്രായം ചെന്നിട്ടുള്ള അങ്ങനെയൊക്കെ കുറേ അമ്മമ്മമാരും അപ്പപ്പന്മാരും ഉണ്ട് പല ഈ ഓൾഡ് ഏജ് ഹോമിലും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എനിക്ക് അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പോയിട്ട് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും ഞാൻ പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ ഇന്ന ആളെ സഹായിച്ചു, ഇന്ന സഹായം ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയാറില്ല. ഞങ്ങൾക്ക് കണ്ടൻറ്റ് ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ സഹായിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കിടപ്പുണ്ട്. ഇപ്പം ചിലർ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും ഞങ്ങളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും ശരി തന്നെ ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് കൊടുത്ത് ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട്. മാക്സിമം ഞങ്ങൾ സഹായിച്ചിട്ടുമുണ്ട്. ഞങ്ങളങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സഹായിക്കാറുമുണ്ട്. മുൻപ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടപ്പം നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ട്. 5 കുട്ടികളുടെ 5 ആണോ 6 കുട്ടികളാണോ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി കച്ചവടം ചെയ്യാൻ വന്നു. ഞങ്ങൾക്ക് ആ സാധനത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറയുമ്പോൾ പൈസ വേണ്ട, സാധനം മേടിച്ചാൽ അത് വിളക്ക് കഴുകുന്ന ഒരു പൊടിയായിരുന്നു, അപ്പം മേടിച്ചാൽ മതി, അത് തന്നെ ഒരു ഉപകാരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സത്യത്തിൽ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതെടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞങ്ങളതാണെങ്കിൽ ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പ്രഹസനമായിട്ട് ഞങ്ങളത് കാണിക്കാറുമില്ല. കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ വീടിനടുത്ത് വൃദ്ധസദനമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ട്. നമ്മൾ കുറേ തവണ അവിടെ പോയിട്ടുണ്ട്. ഒരു തവണയാണെങ്കിൽ ഡോറയുടെ അമ്മയുടെ വകയായിട്ട് നമ്മളിവിടെ ഫുഡെല്ലാം വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഞാൻ, എൻ്റെ അമ്മ, ഡോറയുടെ അമ്മ, എൻ്റെ അനിയൻ്റെ മക്കൾ, എൻ്റെ മോന്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി വിളിച്ച് അവിടെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അവരുമായിട്ടിരുന്ന് അമ്മ വന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കി. ഡോറയുടെ അമ്മ ഇടുക്കിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും അമ്മയും ഡോറയുടെ അമ്മ, അന്ന് ഡോറ നടക്കത്തില്ല, അന്ന് എപ്പോഴും കിടപ്പാ ഡോറ. അപ്പോൾ ഞാൻ, എൻ്റെ അമ്മ, ഡോറയുടെ അമ്മ, ഞങ്ങൾ 3 കൂടെ രാവിലെ തൊട്ടേ ഫുഡ് പാചകം ചെയ്ത് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് തയ്യാറാക്കി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ഫുഡ് കൊടുത്തു. അവിടെ വെച്ചാണ് നമ്മുടെ ഗബ്രൂട്ടിന് ചോറൂണ് നടത്തിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അവിടുത്തെ മദറാണ് ചോറ് കൊടുത്തത് എൻ്റെ മോനെ. അപ്പോൾ നമ്മളങ്ങനെ പോയി എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് വന്നു. അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്ന് വീഡിയോ എടുത്തില്ല. ജസ്റ്റ് നമ്മളവിടെ പോയതിൻ്റെയും പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നതിൻ്റെയും അങ്ങനത്തെ എന്തൊക്കെയോ വീഡിയോ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അല്ലാണ്ട് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാർക്ക് മുമ്പിൽ കൊണ്ടുവന്ന് പ്രഹസനമായിട്ട് കാണിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒന്നും തന്നെ നേടാനായിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ മറ്റുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്തി നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങളൊരു സാധാരണക്കാരാണ്, ഒരുപാട് അറിയാത്ത കാര്യം പറഞ്ഞ് മലപ്പിക്കാൻ നോക്കുക. അതെ, ഞങ്ങൾ സാധാരണക്കാരാണ്, വലിയ വരുമാനമോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് വെച്ചാൽ അത്യാവശ്യം ഞങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ, ഇനി മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞു വലിയ കൊഞ്ച് മേടിച്ചു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ വന്ന് ഇവർ പാചകം ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വലിയ കൊഞ്ചെന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പായിക്ക് വേറെ 2 ആൺമക്കളുണ്ട്.
മാത്രമല്ല എൻ്റെ അപ്പ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്പയാണെങ്കിൽ വെളുപ്പിനെ 5 മണിയാകുമ്പം കൊല്ലത്ത് പോവും. എന്തിനാണെന്നറിയോ, അവിടെ കാർപ്പൻ്ററായിട്ട് വർക്ക് ചെയ്യുക. രാത്രി 7 മണിക്കാണ് എൻ്റെ അപ്പ വരുന്നത്. വരുന്ന സമയത്ത് ചിലപ്പോൾ വഴിയിലെവിടെയെങ്കിലും മീൻ കാണുവാണെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ മീനാണെങ്കിൽ എല്ലാ വീട്ടു സാധനങ്ങൾ എന്തായാലും വരുന്ന വഴിക്ക് മേടിച്ചോണ്ട് വരും. പിള്ളേർക്ക് എന്നും പലഹാരം. അത് മാത്രമല്ല ശീലിച്ചിരിക്കുന്നത്. എൻ്റെ അപ്പായിക്ക് മീനില്ലാതെ പറ്റത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, പപ്പടോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ കഴിക്കും. പക്ഷെ എൻ്റെ അപ്പായിക്ക് മീനില്ലാതെ പറ്റത്തില്ല. പച്ചക്കറി ഒട്ടും പറ്റത്തില്ല. എന്നിട്ടും പപ്പ ഒരു വട്ടം പച്ചക്കറി വിറ്റെന്ന് വെച്ചാൽ നമ്മുടെ തുടക്കത്തിൽ അത് പപ്പായ്ക്ക് വയ്യാതായിരുന്നു കേട്ടോ. പുറം വേദന വെച്ചാൽ പപ്പ കാലുവേദന. നല്ല 10-67 വയസ്സുണ്ടല്ലേ, പക്ഷെ കണ്ടാൽ എത്ര പ്രായം അത്രയും പറയത്തില്ല. അതിവിടെ ആരെങ്കിലും ചോദിക്കണ്ട, പറയണം. അപ്പൊ വെച്ചാൽ പപ്പ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടുള്ള ജോലിയാ. അപ്പം നല്ല ക്ഷീണിച്ച വരുന്നു. അപ്പം അങ്ങനെ തന്നെ കുറേ നാൾ വയ്യാതായപ്പോൾ പോകാൻ പറ്റാതെ വന്നിട്ട് പപ്പ ഇരുന്ന സമയത്തായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലും വരുമാനമില്ല, പപ്പായുടെ വരുമാനമില്ല. അത് വന്നപ്പോൾ ഞങ്ങൾ കപ്പളങ്ങ തോരൻ, പപ്പായ തോരനും അതുപോലെ തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് പറഞ്ഞു, സാരമില്ല മോളെ, ഇതൊക്കെ മാറും, പപ്പ ഒന്ന് ജോലിക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പപ്പ അത് കൂട്ടി കഴിച്ച്. അപ്പം ഞാനിവിടെ ഇച്ചാൻ ദൈവമേ പച്ചക്കറി ഒന്നും കൂട്ടാത്ത പപ്പ കപ്പളങ്ങ. നമ്മുടെ അവസ്ഥ അത്രയും മോശമായിരുന്നു. ഇപ്പോഴും നമ്മളിവിടെ സാമ്പാർ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ സാമ്പാർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? കപ്പയ്ക്ക അടത്തിയിടും. എന്നിട്ട് നമ്മുടെ കപ്പയ്ക്കാണ് ഞങ്ങളിവിടെ സാമ്പാർ വയ്ക്കുന്നത്. എത്ര പേർക്ക് അത് അറിയാമെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്നിട്ടൊരു വീഡിയോ ചെയ്തു സാമ്പാർ വയ്ക്കുന്നത്, കപ്പയ്ക്ക സാമ്പാർ വയ്ക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതൊരു വെറൈറ്റിക്കായിട്ട് ഞങ്ങൾ വെച്ചായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് അമിതമായിട്ട് പച്ചക്കറി മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സാഹചര്യം ഇത്രത്തോളം. കപ്പളങ്ങ വെച്ചിട്ടുള്ള എല്ലാ കറിയും പിന്നെ പപ്പയ്ക്ക് എങ്ങനെ കഴിക്കും? പപ്പ ഉണക്കമീനല്ല, മുട്ട പൊരിച്ച് അങ്ങനെ എന്തെങ്കിലും വേണം പപ്പയ്ക്ക് ചോറ് കഴിക്കാൻ. അങ്ങനെ ഒരു തവണ, അതിപ്പോൾ ഒരുപാട് എനിക്ക് കൊഞ്ചങ്ങനെ വല്ല ഇഷ്ടമില്ല അല്ലിച്ചാ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇഷ്ടമല്ല, ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പപ്പ വന്നപ്പോൾ മേടിച്ചോണ്ട് വന്ന. അപ്പോൾ ഇവിടെ ഒരു ദിവസം പണിക്ക് പോകാതെ നിന്നതിൻ്റെ അന്ന് ആഞ്ഞിലിമുട്ടിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു. ആഞ്ഞിലിമുട്ടിൽ പോയ വഴിക്ക് ICC-ന്ന് മീൻ കിട്ടി. അപ്പോൾ അന്നാണെങ്കിൽ അയലയും 1/2 കിലോ അയലയും 1 കിലോ കൊഞ്ചും മേടിച്ചുകൊണ്ട് വന്നു. 1/2 കിലോ അയലയ്ക്ക് കണ്ട 100 ഉറക്കം വരുന്നു സമയത്തായാലും. 1/2 കിലോ അയലയ്ക്ക് 100-120 രൂപ കണ്ട്, 1 കിലോ കൊഞ്ചിനെങ്ങാണ്ട് 150 രൂപ അത്രയും കണ്ടായിരുന്നു അപ്പം മേടിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ പൈസയല്ല, നമുക്ക് സഹായം കിട്ടിയ പൈസയല്ല, അപ്പ ജോലി ചെയ്ത് സമ്പാദിച്ചതിനകത്ത് നിന്ന് പപ്പ മേടിച്ചോണ്ട്. പപ്പ മേടിക്കും പപ്പയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇല്ല. ഞങ്ങളിവിടെ എല്ലാം പാചകമെല്ലാം ഒന്നിച്ച് 2 വീടാണ് ഞങ്ങൾ കിടക്കുന്നതെങ്കിൽ, 2 വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നതെങ്കിലും പാചകമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാചകം അപ്പാടെ അമ്മയുടെയൊക്കെ വീട്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. വീട് 2 ആണെങ്കിലും നമ്മൾ പാചകം ചെയ്യുന്ന ഒന്നിച്ചാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ നാസിം, നമ്മൾ ഒരുപാട് തവണ അവൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അവന് മീൻ കച്ചവടമാണ്. ഞങ്ങൾക്ക് അഭിമാനമാണ് അത് പറയുന്നത്. അവന് മീൻ കച്ചവടമാണ്. അപ്പം അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല മീൻ കിട്ടുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയും, ഇവിടെ തീപ്പൊരി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്, അമേരിക്കൻ ജംഗ്ഷൻ എന്നൊക്കെ ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടോട്ട് വാടാ, മീനുണ്ട്, നീ വന്ന് മീൻ എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, 2 സിലോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ 2 കിലോ സിലോപ്പിയ, ചൂരയാണെങ്കിൽ ചൂര 1 കിലോ ചൂര, അങ്ങനെ അവനെ കൊണ്ട് കഴിയുന്ന മീനുകൾ അവൻ നമുക്ക് തരാറുണ്ട്. ചിലപ്പോൾ ഞാൻ പൈസ കൊടുക്കും, ചില സമയത്ത് അവൻ പൈസ മേടിക്കാറില്ല, ചിലപ്പോൾ ഞാൻ പൈസ കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും മീൻ കിട്ടാറുണ്ട്. അപ്പം നമുക്കത് കുറേ ദിവസത്തെ നമ്മൾ 1 ആഴ്ച 1.5 ആഴ്ചയൊക്കെ വെച്ച് എടുക്കും. കാരണം ഇവിടെ അങ്ങനെ അധികം നമ്മൾ മീൻകറി ഒന്നും വെച്ച് അങ്ങനെ കൂട്ടുന്ന ആൾക്കാരല്ല. പപ്പായ്ക്ക് മാത്രമേ മീൻകറി മതി. എനിക്കാണെങ്കിലും ഇവക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുകയാണെങ്കിൽ 1 ആഴ്ച 1.5 ആഴ്ചയൊക്കെ നമ്മൾ എടുക്കും. പിന്നെ ബോൺസ് കിട്ടും ഇവിടെ 50 രൂപയുള്ള കിലോയ്ക്ക്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ബോൺസ് മേടിച്ചുകൊണ്ട് വയ്ക്കാറുണ്ട്. ബോൺസ് മേടിച്ച് വെച്ചാലും നമുക്ക് 2-3 ദിവസം നമ്മൾ ആ കറികൾ വെച്ചെടുക്കും. പിന്നെ ചിക്കൻ പാർട്സ് കിട്ടും. ചിക്കൻ പാർട്സ് പപ്പായ്ക്ക് ഇഷ്ടമല്ല, പപ്പ അതൊന്നും കഴിക്കില്ല, മീൻ തന്നെ വേണം. അപ്പോൾ ചിക്കൻ പാർട്സ് കിട്ടും, കരളും കൂമ്പൊക്കെ. അതും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ കറി വെച്ച് 1-2 ദിവസം അതും കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ വലിയ മീൻ തിന്നണം, വലിയ ആ സാധനം തിന്നണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളങ്ങനെ, ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും അങ്ങനെ ഞങ്ങൾ ശീലിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എന്താണോ ഉള്ളത് അതനുസരിച്ച് ഞങ്ങൾ കഴിക്കും. ഒരു ദിവസമാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ഉണക്കക്കൊഞ്ച് മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഡോറയ്ക്കാണെങ്കിൽ ഉണക്കക്കൊഞ്ച് പൊടിച്ചതും
ചമ്മന്തി എന്തോ ഉണ്ടായിരുന്നു തോന്നില്ല, എന്തോ ചമ്മന്തിയും പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതും ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അഥവാ കറി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കൂട്ടി കഴിക്കും. മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ കറി എന്ന് വെച്ചാൽ ഒരു ഉള്ളിക്കറി, ചമ്മന്തി, മാങ്ങ പച്ചമുളകും സവാളയായിട്ടിട്ട് അരച്ചത്, ഒരു ചമ്മന്തി, അത്ര ഉള്ളിലായിരുന്നില്ലേ. ഈ 2 കൂട്ടമായിരുന്നു ഞങ്ങളുടെ മെനഞ്ഞാന്നത്തെ ഇവിടുത്തെ കറി എന്ന് പറയുന്നത്. ഈ ആക്ഷേപിക്കുന്ന ആൾക്കാർ ഇന്നലെയായിരുന്നോ? ഇന്നലെ ശരിയാ, ഇന്നലെ ശരിയാ, ഇന്നലെ മാങ്ങ ചമ്മന്തിയും ഒരു ഉള്ളിക്കറി, ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം പപ്പ വന്നപ്പോൾ മീൻ മേടിച്ചോണ്ട് വന്നു, പപ്പയ്ക്ക് മീൻ കറി വെച്ചു കൊടുത്തു CD-കാരിൽ. അപ്പോൾ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്, ഞങ്ങളിങ്ങനെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വെച്ച ചോറ്, ഇന്നലെ രാത്രി ചോറ് വെച്ചിരുന്നതാണ് ഇന്ന് ഞങ്ങൾ കഴിച്ചത്. ഇന്ന് നമ്മൾ വേറെ ചോറ് വെച്ചത് പോലും ഇല്ല, ഇന്നലെ വെച്ച ചോറ് ഞങ്ങൾ ഇന്നെടുത്ത് കഴിച്ചതുപോലും. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് അതായത് എന്താ പറയുക, പണ്ടത്തെ ആൾക്കാർ പറയും അരയും മുണ്ടും മുറുക്കി കൊടുത്ത് ഞങ്ങൾ സത്യത്തിൽ ആ രീതിയിലാണ് ജീവിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ സ്വപ്നമാണെങ്കിലും വീടിനേക്കാളും വലിയൊരു കാര്യം ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ളതെന്ന് വെച്ചാൽ ഡോറയുടെ ട്രീറ്റ്മെൻറ്റും മോൻ്റെ ട്രീറ്റ്മെൻറ്റും. ഈ 2 സാധനം ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് വീടില്ലെങ്കിലും നമുക്ക് കിടക്കാടം ഇല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ടാർപ്പ വലിച്ചു കിട്ടിയിട്ടാണെങ്കിലും നമുക്ക് കിടക്കാൻ പറ്റും. അതില്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. ഇന്നലെയും ഇവക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇന്നും ഗുളിക എടുക്കണ്ടേ, ഇന്ന് ഗുളിക എടുത്തില്ല. ഇന്നലെയും ഇവക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. ഇന്ന് മോൻ്റെ കുത്തിവയ്പ്പ് എടുത്തിട്ട് വന്നു. അപ്പം മരുന്ന് ഒരു നേരം ആക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം ജോലിയും കൂടെ ചെയ്യുന്നോണ്ട് ഭയങ്കര വേദന, വിരലിനെല്ലാം വേദന, ഈ എല്ലാ വിരലിനും മുട്ടിനും കാലിനും പാദത്തിനും ഇടുപ്പിനെല്ലാം വേദനയായിട്ട്. പഴയതുപോലെ ഡോറ ഇപ്പം തനിയെ ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ല. നേരത്തെ എന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റുകൊണ്ടിരുന്നത്, ഇപ്പം തനിയെ ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ല. കൈ കുത്താൻ പറ്റത്തില്ല, ഈ മുട്ടിന് ഭയങ്കര വേദന. നമ്മളിപ്പം പിടിച്ച് വേണം എഴുന്നേൽപ്പിക്കാൻ. അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ നേരത്തെ വെച്ചാൽ രാവിലെ അവൾ തനിയെ എഴുന്നേറ്റ് തനിയെ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് തിരിച്ച് വന്ന് കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത് അപ്പുറത്തുനിന്നാണെങ്കിലും ഇപ്പുറത്തുനിന്നാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്തുകൊണ്ട് പോകണം വീണ്ടും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ സഹായം മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചതെന്ന് പറയുന്നത്. തെളിവ് വേണ്ടവർക്ക് തെളിവുകളുണ്ട്. കാരണം EMI ഇട്ടാണ് ഇതെല്ലാം എടുത്തേക്കുന്നത്. ഇതെല്ലാം EMI ഇട്ട് എടുത്തേക്കുന്നത് ഏത് മാസങ്ങളിലാണ് എടുത്തേക്കുന്നത്, എപ്പോഴാണ് എടുത്തേക്കുന്നത്, ഏത് കൊല്ലത്തിലാണ് എടുത്തേക്കുന്നത് എന്നുള്ള എല്ലാം. നമ്മൾ ചികിത്സാ സഹായം മേടിച്ച പൈസയും കൊണ്ട് മനസാക്ഷിയുള്ള ആരും ഈമാതിരി ആർഭാടം കാണിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ മേടിക്കുകയോ ചെയ്യത്തില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീട്ടിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ വാഷിംഗ് മെഷീനാണോ പുതിയ ഫ്രിഡ്ജാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വേറെ കാര്യം അറിയാം. ഞങ്ങൾക്ക് കിട്ടിയ ഫ്രിഡ്ജ്, അതായത് ഡോറയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ഫ്രിഡ്ജ് ഞങ്ങൾ അവിടെ മാറ്റി വെച്ചേക്കാം, മൂലയ്ക്ക് ഓണാക്കി ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ കംപ്ലൈൻ്റ് ആയിപ്പോകത്തില്ലേ. അത് പക്ഷേ അവിടെ മാറ്റി വെച്ചേക്കുക. അതിൻ്റെ കോലം നിങ്ങൾക്ക് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ കാണാം ഏത് കോലത്തിലാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം ഒന്നും ഉപയോഗിക്കുന്നില്ല. രണ്ടാമത് ഒരു മൂലയ്ക്ക് അതങ്ങനെ വെച്ചേക്കുക മാറ്റി. അപ്പം ഈ പൊടിയും ഇതെല്ലാം കയറിയിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കാനും ഒന്നിനും ഒരു സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ഇതെല്ലാം കൊണ്ട് ഫ്രിഡ്ജ് ഒരുമാതിരി കോലം കെട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മിക്സി ഇപ്പോൾ അപ്പുറത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ ഇടമില്ല. ഗ്യാസ് സ്റ്റൗ ഇതെല്ലാം ഇപ്പോൾ അപ്പുറത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം അതൊന്നും നമ്മുടെ ഇവിടെ വെച്ച് ഉപയോഗിക്കാൻ നമുക്ക് ഇടമില്ല. രണ്ടാമത് വെച്ചാൽ ഇവിടെ കൊണ്ടുവയ്ക്കാനാണ് കുറേ പാത്രങ്ങൾ. നിങ്ങൾക്ക് നോക്കിയാൽ നമ്മളൊരു വീഡിയോയിൽ അത് കാണിച്ചു എന്ന് തോന്നുന്നു. പാത്രങ്ങളെല്ലാം നശിച്ചു പോയി. ഒന്ന് കല്ലും മണ്ണും എല്ലാം വീണ് കുറേയൊക്കെ പോയായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ വെളിയിൽ കിടന്ന് പകുതി മുക്കാലും നശിച്ചുപോയി. മഴയും വെയിലും എല്ലാം കൊണ്ട് പകുതി മുക്കാലും നശിച്ചുപോയി. ഞാൻ ഒരുപാട് പൈസയ്ക്ക് മേടിച്ച പാത്രങ്ങളായിരുന്നു. അപ്പം ഇതെല്ലാം നശിക്കുമ്പം നമുക്കാണ് അതിൻ്റെ വിഷമം വേദന. കാരണം ഞങ്ങളന്ന് അത്രയും കഷ്ടപ്പെട്ട് ഞാനും ഡോറയും കൂടെ ഓച്ചിറയിലൊക്കെ പോയി സന്തോഷത്തോടെ ആഗ്രഹിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുമെങ്കിലും ഞങ്ങളുടെ ഇവിടെ ഒരു കൊളുത്തുപിടി അങ്ങനെ ഉണ്ട്, വേദനയുണ്ട്. കാരണം വെച്ചാൽ അത്രയും നശിച്ചത് ഞങ്ങളുടെ കൺമുന്നിൽ കിടന്നിട്ട്. അപ്പം നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമവും വേദനയും സങ്കടമൊക്കെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്.
ഈ ആക്ഷേപിച്ചും ഈ മോശം പറഞ്ഞും കമൻ്റ് ഇടുന്നവർക്ക് ഈ വേദനയോ ഈ വിഷമോ ഈ സങ്കടമൊന്നും കാണാൻ കഴിയില്ല. കാരണം അവർക്ക് മറ്റൊരാളെ തളർത്തണം, വേദനിപ്പിക്കണം, സങ്കടപ്പെടുത്തണം. ഇപ്പം അവർ പറഞ്ഞില്ലേ, അവർ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം മാറിയത്. എൻ്റെ മക്കൾ എന്നാണ് ഞാൻ അവരെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ആ കുഞ്ഞുങ്ങൾ ജനിച്ച അന്ന് തൊട്ട് ഈ നിമിഷം വരെ, എൻ്റെ പ്രിൻസ് ആണെങ്കിൽ ജനിച്ച സമയത്ത് അവനെ കണ്ടിട്ട് പോയിട്ട് ഞാൻ പിന്നെ അവനെ കാണുന്നത്, മോനെ ഞാൻ 28 ചടങ്ങെല്ലാം കഴിഞ്ഞ് ഒരു മാസം കൂടെ ഞാൻ മോൻ്റെ കൂടെ നിന്നിട്ടായിരുന്നു. എനിക്ക് ചെന്നൈയിലായിരുന്നു ജോലി, ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ അവനെ കാണുന്നത് 9ാം മാസത്തിലാണ്. ആ 9ാം മാസത്തിൽ ഞാൻ അവനെ കണ്ട അന്ന് തൊട്ട് അവനാണെങ്കിൽ ഈ പ്രായം വരെയും അവൻ എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടുകാരുടെ കൂടെ ഉണ്ട്. അവൻ്റെ അച്ഛനെ അമ്മയുടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ. അവൻ എപ്പോഴും പറയാറുണ്ട് അവന് വയനാട്ടിൽ പോയിട്ടില്ല, വരുന്നത് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുന്നുണ്ട്, കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല, ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ നിൽക്കത്തുള്ളെന്ന് പറഞ്ഞു. കാരണം അതൊരു എന്തുകൊണ്ടായിരിക്കും നമുക്ക് സ്വഭാവമായിട്ട് ചിന്തിക്കാം. നമ്മൾ ആ രീതിയിലാണ് നോക്കുന്നത്. പിന്നെ പ്രിൻസി ഞാൻ വന്നെന്ന് ഓർത്തോണ്ട് എൻ്റെ കയ്യിൽ നിന്നാണേലും വേറെ പ്രത്യേകിച്ച് ദേശിച്ചുള്ള പെരുമാറ്റം, സത്യം പറഞ്ഞ ഇച്ചാനേക്കാളും കൂടുതൽ ഞാനുമായിട്ടാണ് ാണ് കമ്പനി. ഞാൻ ദേഷിക്കാറുണ്ട്, ഞാൻ വഴക്ക് പറയാറുണ്ട്. പക്ഷെ എന്നെ ഇപ്പോ വന്ന് എന്നെ ഇപ്പോ ഒട്ടും പേടിയില്ല. എൻ്റെ വാ കളിക്കുന്നല്ല, എൻ്റെ അടുത്ത് ഒട്ടും പേടിയില്ല. ഭയങ്കര കളിയും കാര്യമാണ് എൻ്റെ അടുത്ത്. പക്ഷെ ഇച്ചാൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമുണ്ടില്ലെന്നല്ല, എന്ത് സാധനം ഉണ്ടെങ്കിലും മോനും മോളും എന്ത് സാധനം ഉണ്ടെങ്കിലും അത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു പങ്ക് എൻ്റെയും ഡോറയുടെയും വായിൽ കൊണ്ട് വെച്ച് തരും. അത് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെയൊക്കെ കൊണ്ട് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രൂട്ടിന് മേടിക്കുന്ന പോലെ തന്നെ. ഇപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗബ്രൂട്ടിന് ഒരുപാട് പേര് ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, അവരുടെ മനസ്സിലും ഞങ്ങൾക്കില്ല അല്ലെ കളിപ്പാട്ടം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തവണ ഇച്ചാന് വിഷമം തൊട്ട് മോക്ക് ഹെയർ ബോ എന്തോ സാധനങ്ങളല്ലേ ഇച്ചാൻ മേടിച്ചു കൊടുത്തു. കാരണം മോക്ക് അല്ലെങ്കിലും ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് എൻ്റെ ഡോറയുടെ കല്യാണം അതിന് മുമ്പ് ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഡോറയുടെ കല്യാണം പിള്ളേരെ ഇഷ്ടമുണ്ട്. ഞാൻ കടയിൽ പോകുമ്പോൾ ഇച്ചാൻ അത് മോക്ക് മേടിക്കാം, മാലയായാലും എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടി പുറത്ത് പോയപ്പോൾ മോക്കൊരു വള മേടിച്ചായിരുന്നേ. ഇങ്ങനെ ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്യുന്നൊരു ഇങ്ങനെ മുത്തൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. എനിക്കത് മോൾ ഇട്ട് കാണുമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ മേടിച്ചായിരുന്നു. ഒറ്റ തവണ ഇട്ടോളൂ. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വൈകിട്ട് ആ ഒരു ദിവസം തന്നെ, അതായത് തലേ ദിവസം വാങ്ങിച്ചു കൊടുത്തു, പിറ്റേ ദിവസം രാവിലെ ഇട്ട് സ്കൂളിൽ പോയിട്ട് ഇട്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എവിടെയോ ഊരിപ്പോയി. ലാസ്റ്റ് അത് കിട്ടുമ്പോൾ ഏതവസ്ഥയാണെന്ന് അറിയാം, മൊത്തം പൊട്ടി പാളിസായി പൊട്ടി നാശക്കഞ്ഞായിട്ട്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തും മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സുള്ളവരാണ്. പക്ഷെ സംഗതി എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു വരുമാനമില്ല, അല്ലെ? നമ്മൾ പലതും കാണും, ഈ ഇത് മേടിക്കായിരുന്നു, പക്ഷെ നമ്മളത് അങ്ങനെ മേടിച്ച്. പക്ഷെ എന്നിട്ടും ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ മോനാണെങ്കിലും ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ. ഇപ്പം ഗബ്രൂട്ടനെ ഞങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത്, എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ മോളെയും മോനെയും നോക്കുന്നത്. ഞാൻ ഒരിക്കലും അവരെൻ്റെ അനിയൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മാറ്റി നിർത്താനും പറയാനും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞങ്ങളോട് ചോദിക്കുന്നവരോട് പോലും ഞങ്ങളുടെ മക്കൾ തന്നെയാണ് എന്നേ ഞാൻ പറയാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ കേൾക്കേണ്ടി കഴിച്ച് എന്താ പറഞ്ഞു വന്നപ്പോൾ മോള് പറഞ്ഞു, എല്ലുമ്മ അമ്മയാണോ ഞങ്ങളുടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ അമ്മയാണ്, അമ്മയുടെ സ്ഥാനത്ത് വരും എന്ന് ഞാൻ പറയുകയും ചെയ്തു. നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കാണുന്നതും കരുതുന്നതും. പക്ഷേ ഈ ഒരു കമൻ്റ് ഇട്ട ഒരു വ്യക്തിക്ക് ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ചിലപ്പോൾ അവരുടെ സഹോദരൻ്റെ മക്കളെയൊക്കെ കാണുന്ന ആ ഒരു മൈൻഡിലായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ വ്യക്തിക്ക് വീണ്ടും നമ്മൾ അന്ന് ആ വീഡിയോ ഇട്ടിട്ടും അതിന് ശേഷം വന്ന് വീണ്ടും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. അതുകൊണ്ടാണല്ലോ. മാത്രമല്ല ഇപ്പം ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഏകദേശം 1 കൊല്ലത്തോളം മേളിലായി, 1 കൊല്ലത്തിന് മേളിലായി ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കയറിയിട്ട്. ജനിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ ഗബ്രൂട്ടൻ ജനിച്ച് ഗബ്രൂട്ടൻ 7-8 മാസമായതിനു സമയത്ത് ഇങ്ങനെ അസുഖമില്ലെന്നല്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നടക്കും എടുക്കും കാണിക്കും. എന്തിനാ പറയുന്നത്, ഇവിടുന്ന് 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ആ റോഡ് വരെ അവള് നടന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ പഴയ വീഡിയോ എടുത്ത ഞാൻ അവിടെ ചെന്നിട്ടുള്ള നടക്കുന്നതും പോകുന്നതും. CBTV ലൈവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ചാനൽ. അതിൽ കിടപ്പുണ്ട് നമ്മുടെ 7-ാം മാസത്തെ ചടങ്ങിന്റെ മൊത്തം വീഡിയോയും ആ ചാനലിൽ കിടപ്പുണ്ട്.
പിന്നെ നമ്മുടെ ചാനലിലും ചെറിയ 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 ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അന്ന് വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയ്ക്കകത്തും കിടപ്പുണ്ട്. അതായത് ഡോറ ഇവിടെ നിന്ന് ആ റോഡ് വരെ കാറിൻ്റെ അടുത്ത് വരെ നടന്നാണ് പോയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു അവൾ. മോൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3-ാം മാസത്തിൽ വരുന്ന ഒരു പനിയിലാണ് അവൾക്ക് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോൻ ജനിക്കുന്നതിന് മുൻപേ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം തന്നെ. എൻ്റെ മോനിപ്പം 10-ാം മാസം കഴിഞ്ഞു, 11-ാം മാസം 6ആയി. മാർച്ച് 8 ആകുമ്പോഴത്തേക്ക് കറക്റ്റ് 11-ാം മാസം 11-ാം മാസം ആകും. അപ്പോൾ എൻ്റെ മോൻ ജനിച്ചിട്ട് തന്നെ ഇപ്പോൾ 1 കൊല്ലം കഴിയാറായി, അല്ല 1 കൊല്ലം ആകാറായി. ഇതിനൊക്കെ ഒരുപാട് നാളെ മുൻപേ ഉള്ള സാധനങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത്. ആ സാധനങ്ങളാണ് ഞങ്ങൾ സഹായം ചോദിച്ച് മേടിച്ചെന്ന് പറയുന്നത്. എനിക്കതിൻ്റെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഞങ്ങളെ ഇച്ചാൻ ചെയ്തിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോക്കകത്ത് എന്തോ ഫ്രിഡ്ജൊക്കെ കാണാൻ പറ്റുന്നു. അവിടെ ഇരിപ്പുണ്ട്. കാരണം അടുക്കളയെ വെച്ച് അത് നമ്മൾ സഹായം ചോദിക്കുന്നതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ഫ്രിഡ്ജ് കാണാൻ പറ്റും. ഞങ്ങളുടെ ഫ്രിഡ്ജ് ആണെങ്കിലും അമ്മയുടെ വീട്ടിലെ ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. നമ്മൾ സഹായം ചോദിച്ച് എന്തുകൊണ്ടാണ് വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തീരെ, അതായത് ഒരു തരി സ്വർണം പോലും ഞങ്ങളുടെ കയ്യിലില്ലാത്ത അവസ്ഥയായി. മാത്രമല്ല അവസാനം ഞാൻ പറഞ്ഞതുപോലെ പാൽപ്പൊടി മേടിക്കാൻ പോലും അവസാനം പൈസ ഇല്ലാതെ വീട്ടിൽ കിടക്കുന്ന ഉപകരണങ്ങൾ എടുത്ത് വിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു അവസ്ഥ ഞങ്ങൾ എത്തി. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എത്തിയത് കൊണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് നമ്മൾ കൈനീട്ടത്. പിന്നെ പറഞ്ഞത് വലിയ കൊഞ്ച് മേടിച്ച് തന്നു. ഈ വലിയ കൊഞ്ചാണെങ്കിലും കൊഞ്ചാണെങ്കിലും ശരി തന്നെ, എന്തായാലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ച് കഴിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഈ കമൻറ്റിട്ട വ്യക്തിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, 3 നേരം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. അത് വലിയ കൊഞ്ച് തന്നെ വേണം കേട്ടോ. എനിക്കങ്ങനെ വേണ്ടടി. നമ്മൾ വലിയ കൊഞ്ച് തിന്നുന്ന ആൾക്കാരാന്നല്ലേ പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് വലിയ കൊഞ്ചൊന്നും വേണ്ട. എനിക്ക് ഒരിത്തിരി കഞ്ഞിയോ അതിൻ്റെ സൈഡിൽ ഇച്ചിരി പയറും ഒരു പപ്പടവും മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല. ഡോറയ്ക്കും അത് തന്നെയാണ് കൂടുതലും താല്പര്യം. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ട് തന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 3 നേരമുള്ള ഭക്ഷണം സ്പെഷ്യൽ വേണം കേട്ടോ. നിങ്ങൾക്ക് 3 നേരം ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് തന്നോളൂ. ഞങ്ങളാണെങ്കിൽ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിരിക്കുന്നത് ഞങ്ങൾ ചിലവാക്കില്ല, ഉറപ്പാണ്. വലിയ കൊഞ്ചോ ബീഫോ മട്ടനോ ചിക്കനോ ഒന്നും ഞങ്ങൾ മേടിക്കില്ല. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ട് തന്നു ഞങ്ങൾ കഴിച്ചോളാം, ഒരു കുഴപ്പമില്ല. സഹായിക്കുന്നവരെ ഒരിക്കലും ഞങ്ങൾ ആക്ഷേപിക്കാറുമില്ല, സഹായിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും മറക്കാറുമില്ല. സഹായിച്ച ആൾക്കാരെ മറന്നിട്ട് ഞങ്ങളൊന്നും ചെയ്യാറുമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10 രൂപ വരെ ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ആ 10 രൂപ ഇട്ട് തരാൻ, ആ തുകയല്ല നമ്മൾ നോക്കുന്നത്, ആ 10 രൂപ ഇട്ട് തരാൻ കാണിച്ച ആ ഒരു മനസ്സാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം വെച്ചാൽ അതായത് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ഒന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ തന്നെ ഒരാളുടെ കയ്യിൽ ഒരു 10 രൂപ ഇല്ലാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കയ്യിൽ അതുപോലും ഇല്ലാതിരുന്ന സമയമായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്ത് ഈ ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വലിയൊരു തുകയാണ്, വലിയൊരു തുക തന്നെയാണ് ആ 10 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സഹായം ചെയ്തിട്ടുള്ള ഒരാളെ പോലും ഞങ്ങൾ മറക്കാൻ മനസ്സുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മറക്കില്ല. അത് ഒരു കാലത്ത് ഞങ്ങൾ മറക്കത്തില്ല, എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, എന്നും ഞങ്ങളുടെ മനസ്സിൽ അതുണ്ടാവും. പക്ഷെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തുമില്ല. ഒരിക്കലും നന്ദി പറഞ്ഞത് തീർക്കാൻ പറ്റത്തില്ല. ഒരു കാലത്തും നമുക്ക് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അമേരിക്കയിലുള്ള ഒരു റെജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഡം ഉണ്ട്. ആ മേഡത്തിനൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള മേഡം അവരൊക്കെ. ഒരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റത്തില്ല ആ മേഡത്തിനൊന്നും. കാരണം അത്രയും സഹായം ചെയ്തിട്ടുണ്ട് ആ മേഡമൊക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമല്ല, ഞങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ നടത്തിയത് കൊണ്ടൊക്കെയാണ് എനിക്കിവരെ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആൻറ്റി വിളിച്ചില്ലായിരുന്നു, ആ ആൻറ്റി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്ന ആ ഒരു ചേച്ചി. അങ്ങനെ ഒരുപാട് പേര്, ഒത്തിരി പേരുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അയത്തയുടെ പേരെന്തായിരുന്നു? ഫൗസിയ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല, ഇനിയാവട്ടെ, ഇനി എന്നെ കൊണ്ട് കഴിയുന്ന ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എന്നെ എറണാകുളത്തു നിന്നൊരു
പെങ്കൊച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നേക്കാൾ അനിയത്തിയാണെന്ന് തോന്നുന്നു. അവരാണെങ്കിൽ അവരെ വീട്ടിൽ കിടക്കുന്ന ആക്രി സാധനങ്ങളൊക്കെ വിറ്റിട്ട് തന്നെ അവർ ഇതുപോലെ പാൽപ്പൊടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അവരും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാ. വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, പേര് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, പക്ഷേ സഹായിക്കണമെന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെയാണ്, എന്നാലും വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കാതിരിക്കുക, ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാം എന്തായാലും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് സഹായിച്ചില്ലെങ്കിൽ നമുക്കൊരു ആശ്വാസവാക്ക് നൽകി വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും ഒരു കാലത്ത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നവരല്ല ഇവരൊന്നും. അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും ഞങ്ങൾ മറക്കത്തില്ല. ഇവരേന്നല്ല, ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരാളെപ്പോലും ഞങ്ങൾ മറക്കത്തില്ല. നമുക്ക് മുഖം കാണാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇവരെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ കമൻ്റ് ഇടുന്ന വ്യക്തി ഞങ്ങളെ ഒരിക്കലും സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തി നോക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരാൾ സന്തോഷിപ്പിക്കുകയും നമ്മളെ ഒരാൾ വേദനിപ്പിക്കുകയും ചെയ്യുമ്പം ഈ രണ്ട് ആൾക്കാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ രണ്ട് ആൾക്കാർക്കും ഒരു സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ട്. ഒരാളെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുകയാണെങ്കിൽ ഒരാളെ നമ്മൾ ഓർക്കുന്നത് ചിലപ്പോൾ വെറുപ്പോടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെ നമുക്ക് വെറുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ കാര്യം. ഞങ്ങളെ സഹായിച്ച ആൾക്കാരെ ഓർക്കുന്നത് കൂടി തന്നെ ഈ വ്യക്തിയെ ഞങ്ങൾ ഓർക്കും. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഈ വ്യക്തി കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഈ കമൻറ്റ് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ആർഭാടമായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ആർഭാടമായിട്ട് ജീവിക്കാനാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ വീട് പണിയും. നിങ്ങളടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞാണ്, ഗസ് ചെയ്തിട്ട് പറയുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു സംഭവമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന സംഭവം, ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് നടക്കത്തില്ല, എന്തോ വിധി ഇനിയും നമ്മളെ ഇതിൽ തന്നെ കിടത്താനാന്ന് തോന്നി വിധി. ചിലപ്പം ഈ വരുന്ന മഴയത്ത് ഞങ്ങളെല്ലാരും കൂട്ടത്തോടെ മേളോട്ട് പോകാനുള്ള ഒരു വിധിയായിരിക്കാം ഒരുക്കി വെച്ചേക്കുന്നത്. വിശ്വസിക്കണ്ട. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും വിചാരിച്ച ഉണക്ക് നടക്കാത്തത്. എന്ത് തന്നെ ആയാലും ശരി തന്നെ, എല്ലാം ദൈവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടെ നിന്ന് എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ വരട്ടെ. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനിട്ട്. ഈ കമൻറ്റ് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട നമ്മളാണെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഞങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കിയതാണെന്നുള്ളത്. ഒരു രൂപ പോലും ഞങ്ങൾക്ക് അനാവശ്യമായിട്ട് ചിലവാക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ അത്രയും മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ പൈസയുടെ വില എന്താണെന്ന് ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ കുറേ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ മാസവും ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചു, ഒത്തിരി പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടിയില്ല. ഈ മാസം 21 തൊട്ട് 23, 24 ആകുമ്പോഴത്തെ വരുമാനം കിട്ടണ്ടേ. പക്ഷേ ഈ മാസം നമുക്ക് വരുമാനമില്ല. കഴിഞ്ഞ മാസം $100 ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാസം വരുമാനം കിട്ടൂ. ഈ $100 എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു 8000 രൂപ അത്രയാണ് നമുക്ക് കിട്ടുക സാധാരണ. അപ്പോൾ അത്രയൊന്നും നമുക്ക് ആയില്ലായിരുന്നു. $63 നമുക്ക് ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസം വരുമാനം വന്നിട്ടില്ല. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു കഴിവാണ് സത്യത്തിൽ. അത് എന്താ പറയുക, എനിക്കറിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ മനോധൈര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് നിന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ കമൻറ്റ് കണ്ടിട്ട് ആരും ആ രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ല, ലാഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിട്ട് മറ്റുള്ളവരും ചിന്തിക്കും ഇവർ ചിലപ്പോൾ ഇതിനെയാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആരും ഇതൊന്നും നോക്കുന്നില്ല, കാണുന്നില്ല, നമ്മുടെ കൂടെ നിന്നിട്ട് ഇതൊന്നും ചെയ്യുന്നു അറിയുന്നൊന്നുമില്ല. പക്ഷേ കമൻറ്റ് ഇടുമ്പോൾ പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെയാണോ എന്നുവെച്ചാൽ പലരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി കമൻറ്റ് ഇടുന്ന സമയത്ത് പലരും അതിനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ നമുക്ക് ഇടണമെന്ന് തോന്നിയത്. അല്ലെങ്കിൽ നമ്മൾ ഇതും ഇടത്തില്ലായിരുന്നു. പക്ഷേ ഈ ID ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്ത് തന്നെ ആയാലും ഞങ്ങളെ അറിയുന്ന ആരോ ആണ് ഈ കമൻറ്റ് ഇടുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്നുള്ള ഇവർ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഈ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തകരും എന്നായിരിക്കും ഇവർ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്നാ മേടിച്ചെന്ന്, ഏത് കൊല്ലത്തിലാണ് മേടിച്ചെന്നും
ഡീറ്റെയിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. കാരണം ഒരു പൈസ കൊടുത്തൊരു കടയിൽ പോയി ബില്ല് സാധനം മേടിക്കുമ്പോൾ അവിടുന്ന് ബില്ല് കിട്ടും. മേ ബി ആ ബില്ല് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ EMI ഇട്ടെടുക്കുന്ന സാധനത്തിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ബാങ്കിലാണ് ഉണ്ടാകുന്നത് കൂടുതലായിട്ടും. കാരണം നമ്മൾ അതുവഴിയാണല്ലോ പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഏതൊക്കെ മാസത്തിൽ പോയെന്നും എത്ര രൂപയുടെ സാധനമായിരുന്നു മേടിച്ചെന്നുള്ളത് നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ EMI കാർഡും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സാധനം എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ തെളിവിന് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റൊന്നും ഇട്ടാലും നമ്മൾ തകരില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നമ്മളെ തകർച്ച് നമുക്ക് ഫീലായിട്ടോ വിഷമമായിട്ടല്ല, നമ്മുടെ കമൻ്റ് ഇട്ട നമ്മളെ നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന പലരുടെയും കമൻറ്റിന് താഴെ പോയിട്ട് ഈ സെയിം വ്യക്തി ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ ഇട്ടതുകൊണ്ടായിരുന്നു ഞങ്ങൾക്കിത് ഈ രീതിയിലൊന്ന് വീഡിയോ ആയിട്ട് ഇടേണ്ടി വന്നത്. അപ്പം നെഗറ്റീവ് റിയാക്ഷനായിട്ടല്ല സത്യത്തിൽ ഈ വീഡിയോ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ഈ ആരും ഇത് കണ്ടിട്ട് നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ആ ഒരൊറ്റ കാരണം ഉള്ളതുകൊണ്ടാണ്. അപ്പം അത്രേ ഉള്ളൂ പറയാനായിട്ട്. വീഡിയോ ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോറ പറഞ്ഞ കണക്ക് ലാഗായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിലോ ക്ഷമിക്കുക. മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമ്മളോട് ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുന്നത്. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ബൈ.